ഞങ്ങൾ ജീവിച്ചു കാണിക്കും. ഒപ്പമുണ്ട് ആയിരങ്ങൾ. ITV ന്യൂസ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഞങ്ങൾ ജീവിച്ചു കാണിക്കും എന്ന പുതിയ പങ്ക്തിക്ക് വളരെ ആവേശകരമായ പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം വഴിമുട്ടി എന്ന് തോന്നുന്ന അമ്മമാർക്ക് ആശ്വാസം പകരുക എന്നതാണ് നമ്മുടെ പ്രാഥമിക ലക്ഷ്യം. അതിനായി നല്ല നല്ല ആശയങ്ങൾ മുന്നോട്ട് വരട്ടെ. അത്തരം ആശയങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ കാരണം ഈ ആശയങ്ങൾ പലർക്കും പ്രയോജനപ്രദമാകും എന്നതുകൊണ്ട് മാത്രമാണ്. ഇത്തരം നല്ല ചിന്തകളിലൂടെ, ഇത്തരം നല്ല ആശയങ്ങളിലൂടെ നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകുക, ഒരു കാറ്റലിസ്റ്റ് ആകുക എന്നതാണ് ITV ന്യൂസ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് ലഭിച്ച 2 പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, കാരണം ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനകരമാകും. ഓരോ അമ്മമാരും മനസ്സിൽ ഉരുവിട്ട് തുടങ്ങട്ടെ. ഞങ്ങളും ജീവിച്ച് കാണിക്കും. എന്റെ പേര് റോയ്. ഞാൻ അമേരിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു അമ്മ 2 കുട്ടികളും ആത്മഹത്യ ചെയ്ത് അത് കാണുമായിരുന്നു. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ട് ഈ മാലാക പോലെയുള്ള കുഞ്ഞുങ്ങളുടെ മുഖമുള്ള വിഷമം. എനിക്ക് 2 ആൺപിള്ളേരാണ്. ഈ പെൺപിള്ളേരില്ലാത്തതുകൊണ്ട് ആ വിഷമമുണ്ട്. ഇത് വിളിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ പ്രശ്നം ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടെന്നാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ അമേരിക്കയിൽ. അവർക്ക് ഇതേപോലെ അമ്മച്ചി ഒറ്റയ്ക്കായിരുന്നു. എന്നിട്ടിങ്ങനെ ഒരു സ്ത്രീയും 2 മക്കളും കൂടെ വന്ന് താമസിച്ചിട്ട് അവരുടെ കൂടെയായിരുന്നു. എന്നിട്ട് അവർ സ്വന്തം കാരണം ഇതേപോലെ അവരുടെ ഭർത്താവ് ഒരു കള്ളുകൂടിയനായിരുന്നു. അപ്പം വളരെ അവർ വന്ന് അവിടെ മക്കളോട് കൂടി വന്ന് അവർ 2 പേർക്ക് അങ്ങോട്ട്, അമ്മച്ചിക്ക് ഇവരെയും വേണം ഇവർക്ക് അങ്ങോട്ടും വേണം. അപ്പം അവരെ സംബന്ധിച്ചുള്ള ഒരു റൂഫായിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ സുനിലിടി കണ്ടിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഇപ്പം മലയാളികൾ മുഴുവൻ, അമേരിക്കയിലെ മലയാളികൾ മുഴുവൻ അഡിക്റ്റഡ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുക. ഇനി ഏതായാലും അവർ പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ത്രീ എന്താ ചെയ്യേണ്ടിരുന്നാൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. അത് അവർക്ക് കോട്ടയത്ത് പറ്റിയില്ലെങ്കിൽ എറണാകുളത്ത് വടക്കോട്ടേക്കുള്ള ഏതെങ്കിലും അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. എന്താ പറയാ, ഇങ്ങനെ ഒരു അമ്മയെ മക്കൾ ഞാൻ പറയാലോ 10,000-കണക്കിന് ക്രിസ്ത്യൻ ഫാമിലിയിൽ അമ്മമാർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് ഒരാളെ കെട്ടാൻ കാത്തിരിക്കുകയാണ്. എനിക്കറിയാം, എൻ്റെ ബന്ധുക്കാർ തന്നെ എത്രയോ പേരുണ്ട്. ഇങ്ങനെ എൻ്റെ സുഹൃത്തിന്റെ കാര്യത്തിലേക്ക് വരാം. അവൻ ഇതേപോലെ എന്നിട്ട് ഈ 2 കുട്ടികളെ അമ്മച്ചി തന്നെ അവർ ടീച്ചറായിരുന്നു, റിട്ടയർഡ് ടീച്ചറായിരുന്നു. അവർ തന്നെ ട്യൂഷൻ കൊടുത്ത് അവർ പ്രൊഫഷണൽ കോളേജിൽ കയറി അവർക്ക് 2 പേർക്കും നല്ല നിലയിലെത്തി. അവസാനം അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ വന്ന് കാര്യം അവൻ പറയുന്ന എന്നിട്ട് പിന്നെ അവർക്ക് സ്വന്തം സഹോദരിമാരെ പോലെയായി സ്ത്രീ. അപ്പൊ ഇവർ കുറെ ദൂരെയായി കഴിഞ്ഞായതുകൊണ്ട് എൻ്റെ സുഹൃത്ത് വടക്കൻ കേരളത്തിലാണ്, ഈ തെക്കൻ കേരളത്തിലാണ്. അപ്പൊ ഈ ഭർത്താവിന്റെ കള്ളുടിയായ ഭർത്താവിന്റെ ശല്യവും ഇല്ല. 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അവര് ആശ്രയായി, ശല്യവും ഇല്ല. പിന്നെ കുറച്ച് ഈ അവന്റെ അമ്മച്ചി ഒരു ടീച്ചറായിരുന്നു. അപ്പൊ ഈ ടീച്ചർമാരുടെ സ്വഭാവം അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാൻ വരും, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. ഇവര് ചെയ്യേണ്ടിയിരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ മതി. അഡ്വർടൈസ്മെന്റ് കൊടുക്കും? ഈ ഒരു ന്യൂസ് പേപ്പറിൽ കൊടുക്കുക. ഇന്ന ഒരു ഫാമിലിക്ക് ഏതെങ്കിലും വീട്ടിൽ നിൽക്കാനുണ്ടോ, ഒരു സ്ത്രീ അവൈലബിൾ ആണ്. ഇത് വളരെ വലിയൊരു ആശയമാണ്. ആ സ്ത്രീ സ്വന്തം കുടുംബക്കാരെ അറിയിച്ചിട്ട് പോലും ഇല്ല. അവരൊരു ഇങ്ങനെ വന്നു. ഇതേപോലെ ഇപ്പൊ ഈ സ്ത്രീ എന്ന് പറഞ്ഞാല് അവർക്ക് ചൂസും ചെയ്യാം. വൈകുന്നേരം ആകുമ്പോ കുടുംബ പ്രാർത്ഥനയാകുമ്പോ കുരിശ് വരയ്ക്കുക, പള്ളി കൊണ്ടുപോവുക. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമായി വന്നതുകൊണ്ട് നന്നായിട്ട് പോയി. അത് നല്ലൊരു സജഷൻ. എന്റെ സുഹൃത്തിന്റെ അമ്മയെ അവര് പറയാ, എന്റെ ശരിക്കും പറഞ്ഞ ഞങ്ങളെക്കാളും ഇഷ്ടം അവരെയായിരുന്നു എന്ന് അവൻ പറയാ. അങ്ങനെയായിപ്പോയി. എന്നിട്ട് അവർക്ക് സ്വത്ത്, ആ വീട് അവർ എഴുതി കൊടുത്തു. മക്കൾക്ക് അങ്ങോട്ട് വരാനൊരു താല്പര്യമില്ല. എന്ന് പറയാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കേട്ടപ്പോൾ വിഷമം തോന്നി. എന്താന്ന് പറയാ, ആ സ്ത്രീക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസമായി ഉറങ്ങിയിട്ട് രാവിലെ കടന്നുറങ്ങി കൊച്ചി മലയാളന്മാരുടെ ഇതാ ഫോട്ടോയാ വരുന്നത്. ഒന്നാമത് ഈ ലോഹിട്ട ക്രിമിനൽ. ഞാൻ പള്ളിയൊക്കെ കൂട്ടിയത് കാലം പറയും. ഏത് സഭാംഗമാ? ഞാൻ സുറിയാനി കത്തോലിക്കനാ. എന്റെ ഭാര്യ നേരെ തിരിച്ചാണ്. അവരെ പറയാൻ പറ്റില്ല, പെണ്ണുങ്ങൾ അങ്ങനെയാണ്. അത് നന്നാക്കാനും പറ്റും. എന്റെ സുനിലെ എന്റെ കുടുംബക്കാർ 350 ഏക്കർ കൊടുത്തവരാ. എന്റെ ഇച്ചാച്ചൻ 7 ഏക്കർ സ്ഥലം കൊടുത്തു. കുടിയേറ്റ കർഷകനായിരുന്നു, കുറ്റിയാടിക്കെടുത്ത് സിമിത്തേരി വളച്ച് അന്നത്തെ കാലത്ത് മലമ്പിനി പിടിച്ച് മരിച്ചു വീഴുക. എന്നിട്ട് പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോയിട്ട് അടക്കുക. കാരണം ആരുമില്ല. അവസാനം എന്റെ ഇച്ചാച്ചൻ മരിച്ചപ്പോ തെമ്മാടിക്കുഴിയിൽ അച്ഛന്മാർ കൊണ്ടിട്ടു. അതൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഡിക്റ്റേറ്റീവിനോനേക്കാളും. എന്റെ കല്യാണം മുടക്കിയതാ. IIT PhD കഴിഞ്ഞ എനിക്ക് എന്റെ കല്യാണം മുടക്കിയ അച്ഛന്മാർ. കത്തോലിക്ക സഭയില് 3 കാര്യം ഇവരുള്ളൂ. ഒന്ന് കല്യാണം മുടക്കുക. കല്യാണം മുടക്കിയ എനിക്ക് പോലും മിണ്ടില്ല. കാരണം എന്താ വെച്ചാൽ അനിയത്തിയുടെ കല്യാണം മുടക്കുമെന്ന് പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും, പേടിച്ചിട്ട്. 2ാമത്തെ കാര്യം, ഇവന്മാരുടെ കയ്യിലാണ് സ്കൂളും കോളേജുകളും മുഴുവൻ.
നമ്മൾ അഡ്മിഷൻ എന്ന് കഴിഞ്ഞാൽ ഇവര് മുടക്കും. എന്റെ ഒന്നും പറയണ്ട, എന്റെ സഹോദരന്റെ അഡ്മിഷൻ കൊടുക്കില്ല. കാരണന്മാരെ പോയി തമ്മാടിക്കുഴിയിലുണ്ട്, ഒരൊറ്റ ക്രിസ്ത്യാനി സുറിയാനി ക്രിസ്താത്തോലിക്ക മിണ്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സാഹചര്യം ഒത്തിരി മാറി. നമ്മൾ കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം കൊണ്ട് ഒത്തിരി മാറി. ഇന്ന് ആ വീഡിയോകളുടെ താഴെ വരുന്ന റെസ്പോൺസിനെ വെച്ചാൽ നോക്കുക. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. സഭയ്ക്കെതിരെ, ഈ ലോകത്തൊഴിലാളികൾക്കെതിരെ ഒരു മനുഷ്യൻ ശബ്ദിക്കാൻ പോലും മടിച്ചിരുന്നു. ഇന്ന് അതെല്ലാം മാറി ഇവന്മാരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞു. ഏതായാലും സുനിലെ, ഇത് പറയുമ്പോൾ വേറൊന്നും കൂടെ പറയും. പ്രത്യേകിച്ച് ഇത്തരം ഈ വലിയ കുടുംബത്തിലെ സ്ത്രീകള്, നല്ല കുടുംബത്തിലെ സ്ത്രീകള് ഇങ്ങനത്തെ ഭർത്താവ് ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ അവർക്ക് മറ്റു വീടുകളിൽ പോയി നിൽക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണം കൊടുക്കുക. അതിനൊരു ഉദാഹരണം ഇതാണ്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞ മേരി ക്യൂറി അറിയാലോ. മാഡം ക്യൂറി അവർ ഇതേപോലെ ഒരു വീട്ടിൽ പോയി ഗവർണൻസ് പണി ചെയ്തിട്ട് മൂത്ത സഹോദരിയുടെ കാരണം അവർ പാവപ്പെട്ട ഒരു അധ്യാപകന്റെ മക്കളെ 5 മക്കള്, അവരൊരു വീട്ടിൽ പോയി ഇങ്ങനെ പണി കൊടുത്തിട്ട് മൂത്ത സഹോദരിനെ ഡോക്ടറാക്കിയിട്ട് എന്നിട്ടാണ് അവര് ഡോക്ടറായി കഴിഞ്ഞപ്പോൾ അവരാണ് പിന്നെ മേരി ക്യൂറി പാരീസിൽ പോയിട്ട് പിന്നെ ചരിത്രം അവരൊരു ഗവർണൻസ് ആയിട്ട്. അപ്പൊ ഇവന് ഗവർണൻസ് എന്നാ പറയാ ഈ ഇത്ര സ്ത്രീകൾക്ക്, കാരണം വലിയ കുടുംബത്തിൽ പെണ്ണുങ്ങൾക്കോ മറ്റു വീട്ടിൽ പോയി പണിയെടുക്കുക എന്നുള്ളത്. ഇതല്ല, ഇത് ഗവർണൻസ് ആണ്. മേരി ക്യൂർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് സാധാരണക്കാരാണ് നമ്മുടെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം കൊടുക്കുക. ഇത്തരം സ്ത്രീകൾക്ക് ഒരു ഹെൽപ്പ്. നിങ്ങൾക്ക് ഇതൊന്നും അല്ല, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ഇറ്റ്. കെട്ടിയന്മാര് പോയി പറയട്ടെ, എന്റെ കുടുംബത്തിൽ എത്ര അമ്മായിമാര് കണ്ണീർ കുടിച്ചിട്ടുണ്ട് കള്ളുടിയന്മാരെ കൊണ്ട്. എല്ലാ കുടുംബത്തിലും ഉള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. എറണാകുളത്തേക്ക് മേലോട്ടുള്ള ന്യൂസ് പേപ്പറിൽ അഡ്രസ് കൊടുക്കുക, വന്ന് താമസിക്കാൻ സൗകര്യമുണ്ട്. ഞാൻ പറയാം, 10,000 റെസ്പോൺസ് ഉണ്ട്. പിന്നെ എന്നിട്ട് അതിനനുസരിച്ച് ഫിൽറ്റർ ചെയ്യാം. പ്രാർത്ഥനയും കാര്യങ്ങളും അമ്മമാരൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ദൂരെ ആയി കഴിഞ്ഞാൽ കുടുംബക്കാരുടെ ശല്യവും ഇല്ല. കൂട്ടുകാരൻ പറയുന്ന അവർക്ക് ആദ്യം തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് സുന്ദരായിട്ട്, അവന്റെ അമ്മച്ചിക്ക് അവരെ ഇഷ്ടമായിരുന്നു, അവർക്ക് ഇവരെ ഇഷ്ടമായിരുന്നു. ഒരു കുഴപ്പം, അമ്മച്ചി മരിക്കുന്നവരെ പൊന്നുപോലെ നോക്കി. ഈ 2 കുട്ടികൾ, അവരുടെ കുട്ടികൾ പ്രൊഫഷണൽ കോളേജ് ചെന്നപ്പോൾ ഇവരാണ് ഫൈനാൻസ് ചെയ്തത്. കാരണം വലിയ നമ്മുടെ നാട്ടിൽ പിന്നെ എൻട്രൻസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ചെലവൊന്നുമില്ലല്ലോ. അപ്പൊ അവരുടെ പഠിത്തവും നോക്കി 2 പേർക്കും ഇത് വളരെ സിമ്പിൾ സൊല്യൂഷനാണ്. അപ്പൊ ഈ പറയും ഈ മറ്റുള്ള ഈ വലിയ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പണിയെടുക്കാൻ പോകുന്നൊക്കെ വിഷമം. അപ്പൊ പറയാം മേരി ക്യൂറിയുടെ ഇത് പറയാം. മേരി ക്യൂർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഇപ്പൊ എന്താ? ഞാനിത് ബിനോ വർഗീസാണ്, മുംബൈയിൽ നിന്നാണ്. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചതാണ്. നമ്മുടെ ആ ഷൈനി സിസ്റ്ററിന്റെ ഒരു മരണം നടന്നത് ഞാൻ ചാനൽ വഴി കേട്ടായിരുന്നു. അന്നേരം അത് മുഖാന്തരം ഒരു കാര്യം പറയാനുള്ളത്, സുനിൽജി ഇത്രയും പല ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഒരു ഹെൽപ്പ് ലൈനായിട്ട് തുടങ്ങിയാൽ എന്തെങ്കിലും ഇത് കണക്ക് ആരെങ്കിലും ഏതെങ്കിലും വിഷമത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് നമ്മുടെ എന്താന്ന് പറയുന്നത് ഒരു നമ്പറിലോട്ട് ഒരു ഹെൽപ്പ് ലൈൻ എന്ന പോലെ സുനിൽജി ഏതെങ്കിലും ഒരു ചാനലോ എന്തെങ്കിലും ഒരു എന്താന്ന് പറയുന്ന ഒരു നമ്പർ ഓപ്പൺ ആക്കി വെക്കുകയും അതിലേക്ക് ഒരു ചാരിറ്റി ഈ കള്ളപാസ്റ്റർമാർക്ക് കൊടുക്കാതെ ഈ പിന്നെ നല്ല, അതായത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന പലരും നമുക്ക് സുനിൽജിക്ക് വേണ്ടി ആ പൈസ തന്നാൽ അത് ഇങ്ങനെയുള്ള പാവത്തുങ്ങളെ കണ്ടുപിടിക്കുകയോ അവർക്ക് വേണ്ടി നമുക്ക് എന്താന്ന് പറയുന്നത് ഈ ഒരു പൈസ ഉപകരിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളതൊന്ന് അറിയാനായിട്ട് വിളിച്ചതാണ്. തീർച്ചയായിട്ടും സർ പറഞ്ഞത് അത് നല്ലൊരു സജഷനാണ്. ഞാൻ ആക്ച്വലി ബോംബെയിലാണ്, 32 വർഷമായി ബോംബെയിൽ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കേസിന് നമുക്കിപ്പം അവരെ കൊണ്ടുവന്ന് ഇപ്പൊ ജോലി കിട്ടുന്നില്ല, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ പിന്നെ യങ് മെൻസിന്റെ, അതായത് YMCA ഇങ്ങനെ ഹോസ്റ്റൽസ് കിട്ടും, അവിടെ താമസിപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പൊ ഈ നാട്ടിലാണല്ലോ ഈ ഇവന്മാർ ഈ കള്ളക്കളികൾ കളിക്കുന്നത്. നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൊണ്ടുവന്ന് ഇവിടെ ഈ യങ് മെൻസിന്റെ പിന്നെ ലേഡീസിന്റെ ഹോസ്റ്റലിൽ നമ്മൾ താമസിപ്പിച്ചിട്ട് ജോലി വാങ്ങിച്ച് കൊടുക്കുന്ന, നമുക്ക് ആ രീതിയിൽ നമുക്ക് ഹെൽപ്പ്. എന്നെ പോലുള്ള പലരും എന്താന്ന് പറയുന്നത്, ഇന്നലെ ഞാനത് കേട്ടു, അതിനകത്ത് പറഞ്ഞു വന്നിരുന്നെങ്കിൽ നമുക്ക് എന്താന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യാം. ഇവരാരും എന്താന്ന് പറയുന്നത് ഇത് നമുക്ക് ആക്ച്വലി സുനിൽജിയുടെ ചാനലിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇച്ചുകൂടെ ഒരു അവയർനെസ് ആവും. ഇതണക്ക് ആൾക്കാർ പുറകിൽ നിൽപ്പുണ്ടോ എന്ന് പറയുമ്പം അവർക്കൊരു അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ആവും. ആ പാവം പെൺകുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എന്താന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ കാണിച്ച അങ്ങനെ ഒരിക്കലും അവർക്ക് അறம் പറ്റുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് അവരങ്ങനെ കാണിച്ചത്. ഇല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ പോകത്തില്ല. അത് വല്ലാതെ നമ്മളെ ബാധിച്ചു. ഞാൻ വിചാരിക്കുമായിരുന്നു നമുക്ക് ആരോടെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സഹായം. ഇപ്പം നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നില്ലല്ലോ, എവിടെങ്കിലും നമുക്ക് ജോലി വാങ്ങിച്ചു കൊടുത്താൽ പോരെ, പാവം എങ്ങനെങ്കിലും ജീവിച്ചു പോയനെ.
ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ചർച്ചിൽ ഇരുന്നപ്പോൾ എനിക്ക് എന്താന്ന് പറയുന്നത് വല്ലാതെ എനിക്ക് വിളിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വിളിച്ചത്. ദൈവത്തിന്റെ ഒരു പ്രേരണ എനിക്ക് തോന്നി. അറ്റ്ലീസ്റ്റ് കേരളത്തിന് വേണ്ടി ഒരു നമ്പർ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പിന്നെ ബുദ്ധിമുട്ട് പറയുക. എന്നിട്ട് നമ്മളെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യാം. ഞങ്ങളുടെ ചാനലിൽ കൂടെ പലരും ഇത് കണക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് എന്ന് പറയുമ്പം അവർക്ക് തന്നെ ഒരു ഇതാവും. അതിനന്നേരം പലരും ഇത് മുമ്പോട്ട് വരും. അവരെ കൊണ്ട് ഇപ്പം നമ്മുടെയൊക്കെ എന്താന്ന് പറയുന്നത് ഈ വല്ല പാസ്റ്റർമാർക്കും കൊണ്ട് കൊടുത്ത് ഈ പൈസ ഇത് ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള പാവത്തുങ്ങളെ നമ്മൾ വലിച്ചെടുത്ത്. അതല്ലേ ഒരു വലിയ സുവിശേഷം. തീർച്ചയായിട്ടും വളരെ നല്ല സജഷനാണ്. പെട്ടെന്നൊരു ആവശ്യം വന്നു ബോംബെയിൽ, നമുക്ക് ആർക്കെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കണം, അത്ര ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നമുക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള എന്നുണ്ടെങ്കിൽ ഈ നമ്പർ എന്നെ സേവ് ചെയ്തിട്ട് വിളിച്ചാൽ മതി. എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും അങ്ങനെ അത്ര ഡിഫിക്കൽട്ടി കൂടെ പോവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളത്, ഈ സുനിൽജി ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏറ്റവും നല്ല കാര്യമാണ്. പിന്നെ ഈ പാസ്റ്റർമാർ ഈ പൈസ വാങ്ങിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പോകുന്ന ചർച്ചിലാണെങ്കിൽ പാസ്റ്റർ മൊത്തം എന്താന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള പാസ്റ്റർ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ആ ചർച്ചിന്റെ പൈസ വാങ്ങിക്കുന്നത്. ഈ പ്രവർത്തിക്കാതെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇവർക്ക് പൈസ മാത്രം വന്നാൽ മതി. ഈ പൈസ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു പെൺകുഞ്ഞോ അല്ലെങ്കിൽ ഒരു ആൺകുഞ്ഞോ ഒരു വീട്ടിൽ നിന്ന് പിന്നെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ പാസ്റ്റർമാരാണ് ഇവരുടെ എല്ലാ മാസവും ഇവരുടെ പിന്നെ ടൈറ്റ് വാങ്ങിക്കുന്നത് എല്ലാ മാസവും. ഈ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ പല രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്റ്ററിന് യാതൊന്നും അറിയണ്ട. പൈസ വാങ്ങിക്കുന്നത് മാത്രം ഇവർക്ക് അറിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ നേരെയായോ പന്നലായോ, അന്നേരം അത് എന്ത് രീതിയാത്? ഇതിനൊരു എവിടെങ്കിലും ഒരു സ്റ്റോപ്പ് വെക്കണ്ടായോ? ഈ കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ തലമുറയ്ക്ക് ഒരു ആരുടെയാണെങ്കിലും തലമുറയ്ക്ക് നാളെ ഒരു തെറ്റായ രീതിയിൽ പോയാലും ഈ പാസ്റ്റർമാർ ഈ സ്തോത്ര കാഴ്ചയും ഈ ടൈറ്റും വാങ്ങിക്കുന്നതല്ലാതെ ഈ കുഞ്ഞുങ്ങളിലും നേരെ രീതിയിൽ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒരു ചുമതല ഇവർക്ക് വരണം. ഈ അന്ന് ഇരിക്കുന്ന ഏത് പാസ്റ്റർമാരാണോ അവർ ഇതിന്റെ ഒരു ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാവണം. ടൈറ്റ് മാത്രം വാങ്ങിക്കുകയല്ല അവർക്ക് ചെയ്യേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.